ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മൈദയാണ്. അതുപോലെ തന്നെ 200 ഗ്രാം ഫൈനായിട്ടുള്ള ഷുഗർ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഹേസൽനട്ട് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 മുട്ട വേണം. പിന്നെ ഒരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 ടീസ്പൂൺ വാനില ഷുഗറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വാനില ഷുഗർ ഇല്ലാത്തവർ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്താൽ മതിയാവും. അതുകൂടാതെ ഓപ്ഷണലായിട്ട് നമുക്കിവിടെ ചേർക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ചെറി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഗ്ലാസ്സിലിട്ട ചെറി വാങ്ങിച്ചതാണ്. അത് കിട്ടത്തില്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചെറി യൂസ് ചെയ്ത് നമുക്കിതുണ്ടാക്കാം. പക്ഷേ ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ആദ്യമേ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബട്ടറും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സാധാരണ ബീറ്റർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് വാനില ഷുഗർ ആയതുകൊണ്ട് അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വാനില എസൻസ് ആണെങ്കിൽ അതൊരു അല്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ പതഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം. അത് ഞാനിവിടെ ഒരു 2 തുടങ്ങി 3 മിനിറ്റ് വരെ ഇത് ഹൈ സ്പീഡിലിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നവർ ഒരു 2 മിനിറ്റൊക്കെ അത് നല്ലപോലെ ഒന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സമയത്ത് അത് ചേർത്ത് 1 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടറും പഞ്ചസാരയും വാനിലയും കൂടെ ഈ രീതിയിൽ ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു 1.5 തുടങ്ങി 2 മിനിറ്റ് വരെ ഒന്നുകൂടെ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ അത് നല്ലതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മൈദയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് മൈദയും ബേക്കിംഗ് പൗഡറുമാണ്. അത് രണ്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കത് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മളത് ഒത്തിരി സ്പീഡിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മളത് ജസ്റ്റ് ഏതാനും സെക്കൻഡുകൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അത് ഓഫ് ചെയ്ത് അതിനകത്തോട്ട് ഞാൻ നമ്മുടെ ഹേസൽനട്ട് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹേസൽനട്ട് നമുക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് ഉണ്ടാക്കിയാലും മതിയാവും. അങ്ങനെ ഹേസൽനട്ട് പൊടിച്ചതും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഞാനിതൊന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഫോമിനകത്തോട്ട് മാറ്റണം. അതിന് മുമ്പ് തന്നെ ഞാനിപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഈ ചെറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ ആദ്യം അരിപ്പയിലോട്ട് ഊറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞ ശേഷം കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ബേക്കായി കഴിയുമ്പോഴത്തേക്കും അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര റെഡിയാക്കി വെച്ച ശേഷം ഞാൻ നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. 180 ഡിഗ്രിയിലാണ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഞാനിത് ബേക്ക് ചെയ്യുന്ന സമയം 180 ഡിഗ്രിയിൽ 40 തുടങ്ങി 45 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫോം ഒന്ന് റെഡിയാക്കി, അതായത് അത് ഗ്രീസ് ചെയ്ത് നമുക്ക് അതിനകത്തോട്ട് ബാറ്ററൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വയ്ക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ചെറി ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം.
അങ്ങനെ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റായി. ഞാനിത് റെഡിയായോ എന്ന് കുത്തി നോക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതൊന്ന് കുത്തി, അത് ടൂത്ത് പിക്കയിൽ പിടിക്കുന്നില്ലെങ്കിൽ അത് ആയെന്നാണ് അർത്ഥം. ഇപ്പം 40 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയില്ല. ഇത് ടൂത്ത് പിക്കയിൽ പറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് കൂടെ ഇത് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഞാൻ ഇനി ഒന്ന് തുറന്ന് നോക്കുവാണ് നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. നമ്മുടെ ടൂത്ത് പിക്കയിലൊന്നും പിടിച്ച് കാണുന്നില്ല. അതുകൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പുറത്തോട്ട് എടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഹേസൽനട്ട് ചെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതിന് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.